ഇനി ഇവരെ മൂന്ന് പേരെയും കണക്ട് ചെയ്തൊരു ഇമ്പോർട്ടന്റ് റിലേഷൻ ഉണ്ട് ഫ്രം വിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. നമുക്ക് ഓരോ എൻഡ് കണ്ടീഷന്റെയും എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കാൻ അറിഞ്ഞാൽ മാത്രമേ ഇതിൽ ഏതാണ് വലുതെന്ന് ഒബ്വിയസ്ലി പറയാൻ പറ്റൂ. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ RRB JEE CBT 2 അല്ലെങ്കിൽ ടയർ 2 എക്സാമിന് വേണ്ടിയിട്ടുള്ള സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കാണാം. ആൻഡ് വി ആർ മിക്സിംഗ് അപ്പ് ഓൾ സബ്ജക്ട്സ് ടുഗദർ. നമ്മൾ ഒരു സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ടല്ല ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. നമ്മൾ CBT 2ന്റെ എല്ലാ സബ്ജക്ട്സും കമ്പൈൻ ചെയ്തിട്ട് പ്രീവിയസ് RRB JEEs നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ ഓറിഫിസ് ദ കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ ഇസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ്. കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് ഓറിഫിസിന്റെ കേസിൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, തിയററ്റിക്കൽ വെലോസിറ്റി ടു ഏരിയ ഓഫ് ജെറ്റ് അറ്റ് വെന കോൺട്രാക്റ്റ, ഏരിയ ഓഫ് ഓറിഫൈസ് ടു ഏരിയ ഓഫ് ജെറ്റ് അറ്റ് വെന കോൺട്രാക്റ്റ, വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് വെന കോൺട്രാക്റ്റ ടു ഏരിയ ഓഫ് ഓറിഫൈസ്, ഏരിയ ഓഫ് ജെറ്റ് അറ്റ് വെന കോൺട്രാക്റ്റ ടു ഏരിയ ഓഫ് ഓറിഫൈസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ വെലോസിറ്റി കോഎഫിഷ്യൻസ്, നമ്മുടെ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓറിഫൈസിലാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ 3 ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് ആണ് പഠിക്കുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്, കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇറ്റ് ഇസ് അബൌട്ട് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ അല്ലെ. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ഉണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഉണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസിന്റെ എല്ലാം വാല്യൂസ് പഠിച്ചു വെക്കണം. അത് നമുക്ക് റേഞ്ച് ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ജസ്റ്റ് ഡെഫിനിഷൻ ആണ് വാട്ട് ഇസ് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓപ്ഷൻസ് നോക്കാം. തിയററ്റിക്കൽ വെലോസിറ്റി ടു ഏരിയ ഓഫ് ജെറ്റ് അറ്റ് വെന കോൺട്രാക്റ്റ, വെലോസിറ്റി ടു ഏരിയ എന്നെല്ലാം വരത്തില്ല. ദെൻ ഏരിയ ഓഫ് ഓറിഫൈസ് ടു ഏരിയ ഓഫ് ജെറ്റ് അറ്റ് വെന കോൺട്രാക്റ്റ, ഏരിയ റേഷ്യോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ ആണോ എന്നുള്ളത് നമുക്കൊരു ഏരിയ ആണെന്ന് അറിയാം, പക്ഷേ അപ്പൊ ഇതിവിടെ തെറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഏരിയ ഓഫ് ഓറിഫൈസ് ടു ഏരിയ ഓഫ് ജെറ്റ് അറ്റ് വെന കോൺട്രാക്റ്റ ഉണ്ട്. ഓപ്ഷൻ ഡി നോക്കിക്കേ, ഏരിയ ഓഫ് ജെറ്റ് അറ്റ് വെന കോൺട്രാക്റ്റ ടു ഏരിയ ഓഫ് ഓറിഫൈസ്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. That is എന്താണ് വരിക, ഏരിയ ഓഫ് ജെറ്റ് അറ്റ് വെന കോൺട്രാക്റ്റ ടു ഏരിയ ഓഫ് ഓറിഫൈസ് ആണ് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ ഡിസ്ചാർജ് ഉണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ഉണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ CC ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ജെറ്റ് അറ്റ് വെന കോൺട്രാക്റ്റ ടു ഏരിയ ഓഫ് ഓറിഫൈസ് റേഷ്യോനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ CC എന്ന് പറയുന്നത്. ഇനി ഇവരെ മൂന്ന് പേരെയും കണക്ട് ചെയ്തൊരു ഇമ്പോർട്ടന്റ് റിലേഷൻ ഉണ്ട് ഫ്രം വിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. ആ റിലേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ദ റിലേഷൻ ഇസ് എന്താണ്, CD കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു CV ഇൻറ്റു CC. ഇതാണ് നമ്മുടെ റിലേഷൻ. അതായത് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ഇൻറ്റു കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ. ഈ റിലേഷൻഷിപ്പ് വെച്ച് പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഈ റിലേഷൻ ആസച്ച് തന്നെ ചോദിക്കാറുണ്ട്. ചിലപ്പം തിരിച്ചു തരാം, തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം. CD is equal to CV into CC എന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഓയിലേഴ്സ് ഫോർമുല ഇസ് വാലിഡ് ഫോർ. നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ തന്നെയുള്ള വേറൊരു ചോദ്യമാണ്. ഷോർട്ട് കോളംസ് ഉള്ളി, ഓപ്ഷൻ ബി ലോങ് കോളം ഉള്ളി, ഓപ്ഷൻ സി ബോത്ത് ഷോർട്ട് ആൻഡ് ലോങ് കോളംസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പൊ നമുക്ക് ഓയിലേഴ്സ് ഫോർമുല ഉണ്ട്, റാങ്കൈൻസ് തിയറി ഉണ്ട്. നമുക്ക് ഇത് രണ്ടുമാണ് നമ്മൾ കോളത്തിന്റെ അനാലിസിസിൽ പഠിക്കുന്ന രണ്ട് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഓയിലേഴ്സ് ഫോർമുല എന്ന് പറയുന്നതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. എന്നിട്ട് അതിന് കുറെ ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്. അതെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് റാങ്കൈൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഫോർമുലയാണ് റാങ്കൈൻസ് ഫോർമുല എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാറ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഓയിലേഴ്സ് ഫോർമുല എന്ന് പറയുന്നത് നമ്മുടെ അസംഷൻസിൽ പഠിക്കുന്ന ദ കോളം ഷുഡ് ബി ലോങ് ആൻഡ് സ്ലെൻഡർ എന്നാണ് പഠിക്കുക. ഓക്കെ, അതായത് ഓയിലേഴ്സ് ഫോർമുല ഇസ് വാലിഡ് ഫോർ ആർക്ക് മാത്രമാണ്, ലോങ് കോളത്തിന് മാത്രമാണ്. മാത്രമല്ല ചിലപ്പോൾ നമുക്കിത് ഇൻഡയറക്ട്ലി ഓപ്ഷൻ അത് ദ കോളം ഫെയിൽസ് ബൈ ബക്ലിംഗ് എന്നും പറയാം. നമുക്കറിയാം ലോങ് കോളം എപ്പോഴും ബക്കിൾ ചെയ്തും ഷോർട്ട് കോളം എപ്പോഴും ക്രഷ് ചെയ്തുമാണ് ഫെയിൽ ആവാറ്. അപ്പൊ ലോങ് കോളം ആണ് ഇൻഡയറക്ട്ലി നമുക്ക് പറഞ്ഞു തരുന്നത് കോളം ഫെയിൽസ് ബൈ ബക്ലിംഗ് എന്നുള്ള ടേം കൊണ്ടാവാം. അപ്പൊ ലോങ് ആവാം, അല്ലെങ്കിൽ സ്ലെൻഡർ ആവാം, അതല്ലെങ്കിൽ കോളം ഫെയിൽസ് ബൈ ബക്ലിംഗ്. ഇതെല്ലാം എന്തുമായിട്ട് റിലേറ്റഡ് ആണ്, ഓയിലേഴ്സ് തിയറുമായിട്ട് അല്ലെങ്കിൽ ഓയിലേഴ്സ് ഫോർമുല ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ നമുക്കിത് ബക്കിൾ ആവുന്ന ഒരു മിനിമം ലോഡ് ഉണ്ട്. ആ ഒരു മിനിമം ലോഡ് വന്നു കഴിഞ്ഞാൽ കോളം ബക്കിൾ ആവും. ആ ലോഡിന് നമ്മൾ ഒരുപാട് പേരിട്ട് വിളിക്കും. ക്രിപ്ലിംഗ് ലോഡ്, ബക്ലിംഗ് ലോഡ്, ക്രഷിംഗ് ലോഡ് എന്നൊക്കെ പറയാറുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി റാങ്കൈൻ തന്നെ ഡെവലപ്പ് ചെയ്തൊരു ഫോർമുല ഉണ്ട്. π² EI by L effective square ആണ് ആ ഫോർമുല എന്ന് പറയുന്നത്. സോ π² EI by L effective square ആണ്. ഇതില്
എൽ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളം ആണ്. ഇത് നമ്മുടെ എൻ കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇനി വരുന്നുണ്ട്. സോ ദാറ്റ് വിൽ ഡിസ്കസ് ദെയർ. ദെൻ ഇ ഐ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഐ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഓക്കെ, സോ ദിസ് ഇസ് എ ഫോർമുല ഡെവലപ്ഡ് ബൈ ആരാണ്? ഓയിലർ ഡെവലപ്പ് ചെയ്ത ഫോർമുല. അപ്പൊ ഇത് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ലോങ് കോളത്തിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു ഷോർട്ട് കമ്മിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ റാങ്കൈൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഫോർമുല ഉണ്ട്. ദാറ്റ് ഈസ് റാങ്കൈൻ ലോഡ് 1/PR is equal to നമ്മുടെ ക്രഷിങ്ങും ബക്ലിങ്ങും വേണമല്ലോ. 1 by crushing load plus 1 by buckling, 1 by PC plus 1 by PB എന്ന് പറയുന്ന റിലേഷൻ ആണ് നമ്മുടെ റാങ്കൈൻസ് ലോഡ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. സോ ദിസ് ഇസ് what you have to study about എന്താണ് റാങ്കൈൻസ് തിയറി. ഓക്കെ, അപ്പോൾ ഓയിലേഴ്സ് തിയറി ഷോർട്ട് കമ്മിങ് ആയ സ്ലെൻഡർ കോളം അല്ലെങ്കിൽ ലോങ് കോളത്തിൽ മാത്രമേ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഷോർട്ട് കമ്മിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റാങ്കൈൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഫോർമുലയാണ് റാങ്കൈൻസ് ഫോർമുല. ഓർത്തു കേട്ടോ. ഓക്കെ, then coming to next question. ഇത് നമുക്ക് നമ്മുടെ കോളത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. കോളം വിത്ത് ഹയസ്റ്റ് ഈക്വലന്റ് ലെങ്ത് ഹാസ്, ഒരു ഹയസ്റ്റ് ഈക്വലന്റ് ലെങ്ത് വരുന്ന കോളത്തിന്റെ കണ്ടീഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. ബോത്ത് ആൻഡ് ഫിക്സഡ്, ബോത്ത് ആൻഡ് ഹിഞ്ച്ഡ് ഓർ പിൻ ജോയിന്റഡ്, സോറി, one end fixed and other end entirely free, one end fixed and other end hinged. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എഫക്റ്റീവ് ലെങ്ത് ഏറ്റവും, സോറി ഇവിടെ അറിയാതെ ടൈപ്പ് ചെയ്ത് പോയതാണ്. നമുക്ക് എഫക്റ്റീവ് ലെങ്ത് ഏറ്റവും കൂടുതൽ വരുന്ന ഏത് എൻഡ് കണ്ടീഷൻ ആണെന്നുള്ളത്. നമുക്ക് ഓരോ എൻഡ് കണ്ടീഷന്റെയും എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കാൻ അറിഞ്ഞാൽ മാത്രമേ ഇതിൽ ഏതാണ് വലുതെന്ന് ഒബ്വിയസ്ലി പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ബോത്ത് ആൻഡ് ഫിക്സഡ്, ഞാനിത് ഷോർട്ട് കട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ. അത് കണ്ടിട്ടില്ലാത്തവർക്ക്, നമ്മുടെ യൂസേഴ്സ് അല്ലാതെ നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഫിക്സഡ് ആണ് നമ്മുടെ കണ്ടീഷൻ എങ്കിൽ എഫ് വരുന്നിടമെല്ലാം റൂട്ട് വിടുക. ആദ്യം ഒരു എഫ് ഉണ്ട്, ഇവിടെ ഒരു എഫ് ഉണ്ട്, രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്തോളി. ഇനി എൽ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ഇത് 2 എന്ന് കിട്ടും. ഇത് 2 into L ആണോ L/2 ആണ്? ന്യൂമറേറ്ററിൽ കൊടുക്കണോ ഡിനോമിനേറ്ററിൽ കൊടുക്കണോ എന്നറിയാൻ വേണ്ടി സെക്കൻഡ് കണ്ടീഷൻ നോക്കുക. അതിൽ ഡി എന്ന് പറയുന്ന ലെറ്റർ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഡി ഉണ്ട്, സോ L/2. ഓക്കെ, ദെൻ സെക്കൻഡ് കണ്ടീഷൻ ബോത്ത് ആൻഡ് ഹിഞ്ച്ഡ്. ഹിഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ കണ്ടീഷൻ വരിക? ഹിഞ്ച്ഡ്. അപ്പൊ ഇവിടെ എഫ് എന്ന് പറയുന്ന ടേമേ ഇല്ല, അതുകൊണ്ട് എഫക്റ്റീവ് ലെങ്തും ആക്ച്വൽ ലെങ്തും എന്താണ്? സെയിം. മൂന്നാമത്തത് വൺ ആൻഡ് ഫിക്സഡ് ആൻഡ് അതർ ആൻഡ് ഫ്രീ. എന്താ വരിക? ഫിക്സഡ് ഫ്രീ. ഓക്കെ, ഫിക്സഡ് ഫ്രീ വരുമ്പോഴത്തേക്ക് ഒരിടത്ത് റൂട്ട്, അപ്പുറത്തെടുത്ത് റൂട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എഫക്റ്റീവ് ലെങ്ത് ഇസ് ഈക്വൽ ടു 2 into L, 2 times L വരും. And third case, one end is fixed and other end is hinged. Fixed and you will be having hinged അല്ലെ. അപ്പൊ നമുക്ക് എഫിന് പകരം റൂട്ട് കൊടുക്കുക. എൽ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ഒരു എഫ് ഉള്ളൂ, L/√. അപ്പൊ ഏതാണ് ഏറ്റവും വലിയ കണ്ടീഷൻ വരെ? 2L വരുന്നത്. അതായത് വൺ എൻഡ് ഇസ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഇസ് ഫ്രീ. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറെ സമയം നമുക്ക് ഉപകരിക്കും. അതായത് എന്തായാലും നമ്മൾ എല്ലാ തവണയും പഠിക്കുന്നതാണ് ലെങ്ത് എങ്ങനെ വേരി ചെയ്യുന്നു ബേസ്ഡ് ഓൺ എൻ കണ്ടീഷൻസ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബോത്ത് ആൻഡ് ഹിഞ്ച്ഡ് ഓർ പിൻ ജോയിന്റഡ് എന്ന് പറയുന്നതാണ് നമുക്ക് സെയിം ആയിട്ട് വരുന്നത്. എഫക്റ്റീവ് ലെങ്ത് L ആയിട്ട് തന്നെ വരും, അത് ഓർത്ത് വെക്കുക. പിന്നെ ഓർത്ത് വെക്കേണ്ടത് ഏറ്റവും മാക്സിമം എഫക്റ്റീവ് ലെങ്ത് കിട്ടുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വൺ ആൻഡ് ഫിക്സഡും അതറിന്റെ ഫ്രീ ആണ്. അതായത് 2 times L വരുമ്പോഴാണ്. സോ ഓപ്ഷൻ സി ആണ്. അത് ഓർത്ത് വെച്ചാൽ കുറെ സമയം ഇവിടെ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് ചെയ്യേണ്ടതുകൊണ്ടാണ് ഞാൻ A to C എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. നിങ്ങൾ എക്സാം ഹോളിൽ ഇത്രയും ടൈമും എടുക്കരുത്. നമുക്ക് CBT2 വളരെ കുറവ് ടൈമേ ഉള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യൻസിലൂടെ പോകണം, അത് മനസ്സിലാക്കി വേണം ഇവിടെ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമം ഷിയർ സ്ട്രെസ് പ്രൊഡ്യൂസ്ഡ് ഓൺ എ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് അണ്ടർ ടോർക്ക് TS. നമ്മുടെ ടോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരു സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ഉണ്ട്, അതിനകത്ത് ടോർക്ക് T ആണെങ്കിൽ മാക്സിമം ഷിയർ സ്ട്രെസ് എത്രയാണ്? ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ, ടോർഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ T/J is equal to tau/R is equal to G∅L. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് ടോർക്കും വേണം ഷിയർ സ്ട്രെസ്സും വേണം. അതുകൊണ്ട് ഈ രണ്ട് ഭാഗം നമ്മൾ ആദ്യമേ എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം T/J is equal to tau/R. ഇതിൽ what you have to find out is maximum shear stress. അതായത് tau max ആണ് കണ്ടുപിടിക്കേണ്ടത്. That is T/J into R ആണ്. And ഇനി again നമുക്ക് T/J/R എന്ന് പറഞ്ഞ് എഴുതാം. ദാറ്റ് ഈസ് J/R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ജെ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണെന്ന് അറിയാം. ആൻഡ് ബൈ ആർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പോളാർ മോഡലിസ്റ്റ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ ജെ ബൈ ആർ എന്ന് പറഞ്ഞ ടേം നമുക്ക് ഇവിടെ കണ്ടുപിടിച്ച് നോക്കാം. പൈ ഡി റേസ്ഡ് 4/32 ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി ബൈ 2 ആണ്. സോ ഡിനോമിനേറ്ററിൽ ആയതുകൊണ്ട് തന്നെ റെസിപ്രോക്കൽ എടുത്ത് 2/d വെച്ച് കൊടുക്കുക. സോ പൈ ഡി ക്യൂ ബൈ 16 എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ടി ബൈ പൈ ഡി ക്യൂ ബൈ 16 അല്ലെങ്കിൽ tau max is equal to നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 16t by pi dq. ഇതാണ് നമ്മുടെ മാക്സിമം ഷിയർ സ്ട്രെസ്. ഇതിങ്ങനെ പഠിച്ചു വെക്കുക, കാര്യം മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചോദിക്കും. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ ഓരോ തവണയും സിംപ്ലിഫൈ ചെയ്ത് പോകണ്ട. ഇപ്പൊ tau max is equal to 16t by pi d cube ആണെന്നുള്ള ഇക്വേഷൻ അറിയാമെങ്കിൽ ഇപ്പൊ നമുക്ക് ന്യൂമറിക്കൽസ് ആയിട്ട് ഇത് ചോദിച്ചാലും കുറെ സ്റ്റെപ്പ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ആൻസർ എന്താ വരെ, ഓപ്ഷൻ ബി ആണ് അല്ലെ, 16t by pi d cube ആണ് കറക്റ്റ് ആൻസർ വരും. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർത്ത് വെക്കുക. നമുക്ക് വേറൊരു കാര്യം കൂടി പറയാം. ഫ്ലെക്സുറൽ റിജിഡിറ്റി എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മുടെ പ്യുവർ ബെൻഡിങ്ങിനകത്ത്. ഫ്ലെക്സുറൽ റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ EI ആണ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരാളുണ്ട് ടോർഷണൽ റിജിഡിറ്റി. ഓക്കെ, യു will be having another term, torsional rigidity. Torsional റിജിഡിറ്റിക്കകത്ത് ഇക്ക് പകരം നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിക്ക് പകരം റിജിഡിറ്റി മോഡുലസ് ആണ്. ഐക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് പോളാർ മോഡുലസ് ആണ്. അപ്പൊ ഈ ഐക്ക് പകരം നമ്മൾ സിനോണിമസ്ലി GJ വെച്ച് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് വാട്ട്, ടോർഷണൽ റിജിഡിറ്റി. അപ്പൊ ഫ്ലെക്സുറൽ റിജിഡിറ്റി EIയും ടോർഷണൽ റിജിഡിറ്റി GJയും അതുകൂടി അഡീഷണലി ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ പഠിച്ചു. At the question, when no external force is required to rotate the fluid mass, that type of flow is called as. അതായത് നമുക്ക് എക്സ്റ്റേണലി ഫോഴ്സ് ഒന്നും വേണ്ട ഒരു ഫ്ലൂയിഡ് മാസിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഫ്ലോയെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ഓക്കെ, ലാമിനാർ ഫ്ലോ, ഫ്രീ വോർട്ടെക്സ് ഫ്ലോ, ടർബുലന്റ് ഫ്ലോ, ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ. അപ്പൊ നമുക്ക് ആദ്യം ലാമിനാർ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും നോക്കാം. അത് ഈ ഒരു റൊട്ടേഷനുമായിട്ടോ അല്ലെങ്കിൽ മോഷനായിട്ടോ വലിയ കണക്ഷൻ ഇല്ല. അതായത് മോഷനായിട്ട് കണക്ഷൻ ഉണ്ട്, അതായത് ലെയേഴ്സ് ലെയർ ബൈ ലെയർ ആയിട്ട് ഫ്ലൂയിഡ് ഒഴുകി പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ലാമിനാർ ഫ്ലോ എന്നും, വളരെ സിക്സാക്ട് മൂവ്മെന്റിൽ ലെയേഴ്സ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന് ടർബുലന്റ് ഫ്ലോ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ലാമിനാർ ഫ്ലോയ്ക്കകത്ത് നമുക്കറിയാം ഇറ്റ് ഇസ് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ റെയ്നോൾഡ്സ് നമ്പർ അല്ലെ. അപ്പൊ റെയ്നോൾഡ്സ് നമ്പർ വെച്ചിട്ട് നമ്മൾ പൈപ്പ് ഫ്ലോയ്ക്കും ഓപ്പൺ ചാനൽ ഫ്ലോയ്ക്കും ക്ലാസിഫിക്കേഷൻ പറയാറുണ്ട്, ലാമിനാർ ഫ്ലോയും ടർബുലന്റ് ഫ്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ പൈപ്പിനാണെങ്കിലും നമുക്ക് പൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ യു വിൽ ബി ഹാവിങ് ഓപ്പൺ ചാനൽ ഫ്ലോ, രണ്ടിനും ഉണ്ട് അല്ലെ. പൈപ്പ് ഫ്ലോയ്ക്കകത്ത് റെയ്നോൾഡ്സ് നമ്പർ വാല്യൂസ് ലെസ് ദാൻ 2000 ആണെങ്കിൽ, അതുപോലെ തന്നെ ഓപ്പൺ ചാനൽ ഫ്ലോ ആണെങ്കിൽ ആ നമ്പർ 500 ആണ്. യു ക്യാൻ ക്ലാസിഫൈ ദ ഫ്ലോ ആസ് ലാമിനാർ ഫ്ലോ. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഫ്രീ വോർട്ടെക്സ് ഫ്ലോ ആണ്. ഫ്രീ വോർട്ടെക്സ് ഫ്ലോ എന്ന് പറഞ്ഞാൽ വോർട്ടെക്സ് ഫ്ലോ നമ്മൾ നമുക്ക് ഇങ്ങനെ ചുഴി പോലെ വരുന്നതാണ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആവശ്യമില്ലാതെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ പ്രസൻസ് ഇല്ലാതെ നമുക്ക് ഇതുപോലെ തന്നെ റൊട്ടേഷൻ ഫ്ലൂയിഡ് മാസിൽ സംഭവിക്കുന്നെങ്കിൽ അത്തരത്തിലുള്ള ഫ്ലോ നമ്മൾ എന്ത് പറയും, ഫ്രീ വോർട്ടെക്സ് ഫ്ലോ. അത് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വെൻ നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് റിക്വയർഡ് ടു റൊട്ടേറ്റ് ദ ഫ്ലൂയിഡ് മാസ്, ദ ടൈപ്പ് ഓഫ് ഫ്ലോ ഇസ് കോൾഡ് ആസ് ഏതാണ്, ഫ്രീ വോർട്ടെക്സ് ഫ്ലോ. ഓക്കെ, ഇനി ടർബുലന്റ് ഫ്ലോ ഉണ്ട്. ടർബുലന്റ് ഫ്ലോയിൽ നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ വെച്ചാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. റെയ്നോൾഡ്സ് നമ്പറിന്റെ വാല്യൂ ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 4000 ആണെങ്കിൽ ഇൻ പൈപ്പ് ഫ്ലോ, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 500 ആണെങ്കിൽ നമ്മൾ അതിനെ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 2000 ആണെങ്കിൽ നമ്മൾ അതിനെ ഓപ്പൺ ചാനൽ ഫ്ലോയിൽ എന്ത് പറയും, നമ്മൾ ഇറ്റ് ഇസ് ടേംഡ് ആസ് ടർബുലന്റ് ഫ്ലോ. ഈ ലാസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്, ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ. ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫ്രീ വോർട്ടെക്സ് ഫ്ലോയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. പേര് പറയുന്ന പോലെ തന്നെ വെൻ സം എക്സ്റ്റേണൽ ടോർക്ക്, എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ടോർക്കിന്റെ ആവശ്യമുണ്ട്, അതായത് നമ്മൾ ഫ്ലൂയിഡ് മാസിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടി നമുക്കൊരു എക്സ്റ്റേണൽ ടോർക്കിന്റെ ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നമ്മുടെ ഫ്ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ. അപ്പം ആ ഓപ്ഷൻസും ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ആവശ്യമില്ലെങ്കിൽ വിൽ കോൾ ബൈ ദ നെയിം ഫ്രീ വോർട്ടെക്സ് ഫ്ലോ. ആവശ്യമുണ്ടെങ്കിൽ അതിന് ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ എന്ന് പറയും. Okay. The next question, the description sandy silty clay signifies that. അതായത് നമുക്ക് ഒരു സോയിൽ ഉണ്ട്, സോയിൽ ഡിസ്ക്രിപ്ഷൻ ആണ് തന്നിരിക്കുന്നത്, ഇറ്റ് ഇസ് സാൻഡി സിൽറ്റി ക്ലേ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നാണ്, സോയിൽ കണ്ടെയ്ൻസ് അൺഈക്വൽ പ്രപ്പോർഷൻസ് ഓഫ് 3 constituents in the order sand, silt, sand greater than, silt greater than clay. Option B, the soil contains equal proportions of sand, silt and clay. അടുത്തത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
സോയിലിനകത്ത് ഈക്വൽ പ്രപ്പോർഷൻസിൽ സാൻഡും സിൽറ്റും ക്ലേയും ഉണ്ട്. ഓക്കെ, ദെൻ കമ്മിങ് ടു തേർഡ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ soil contains unequal proportions of the three constituents such that clay greater than silt greater than sand. Okay, clay ആണ് silt ആണ് കൂടുതൽ, രണ്ടാമത് silt, മൂന്നാമത് sand. Then soil contains unequal proportions of sand, silt and clay, but there is no information regarding the relative positions of the three. അതായത് മൂന്ന് പേരും unequal proportions ആണ്, സോറി, പക്ഷെ നമുക്ക് അവരുടെ പ്രപ്പോർഷൻസിനെ കുറിച്ച് വലിയ അറിവില്ല. ഓക്കെ, സാൻഡി, സിൽറ്റി, ക്ലേ എന്നുള്ളതാണ് സോയിലിന്റെ ഡിസ്ക്രിപ്ഷൻ. അപ്പൊ നമുക്കറിയാം ഗ്രേവലിനാണ് വി യൂസ് ദ റെപ്രസെന്റേഷൻ ജി, സാൻഡിന് ജി, സോറി സാൻഡിന് എസ്, സിൽറ്റിന് എമ്മും ക്ലേക്ക് സിയു ആണ് അല്ലെ നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന സാൻഡി, സിൽറ്റി, ക്ലേ ആണ്. ആൻസർ വരിക ഓപ്ഷൻ സി ആണ്. അതായത് സോയിലിനകത്ത് അൺഈക്വൽ പ്രപ്പോർഷൻസ് ആണുള്ളത് ഈ മൂന്ന് മെറ്റീരിയൽസും. അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ലേയിലാണ്. ക്ലേ ഗ്രേറ്റർ ദാൻ സിൽറ്റ്, ഗ്രേറ്റർ ദാൻ സാൻഡ്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ അത് ഓർത്ത് വെക്കുക, ഇനി തെറ്റിക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുള്ള ചോദ്യമാണ്. ഇൻ എ വെറ്റ് സോയിൽ മാസ് എയർ ഓക്കുപ്പൈസ് 1/4 ഓഫ് ഇറ്റ്സ് വോളിയം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? എയർ എന്ന് പറയുന്ന വോളിയം ഓഫ് എയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ വോളിയത്തിന്റെ 1/4 ആണ്, അതായത് V/4 ആണ്. ഓക്കെ, ആൻഡ് വാട്ടർ ഓക്കുപ്പൈസ് 1/2 ഓഫ് ഇറ്റ്സ് വോളിയം. വാട്ടറിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയത്തിന്റെ പകുതിയാണ്. ഓക്കെ, വാട്ട് ഇസ് ദ വോയിഡ് റേഷ്യോ ഓഫ് ദ സോയിൽ? ഈ സോയിലിന്റെ വോയിഡ് റേഷ്യോ എന്താണ്? ഓക്കെ, അപ്പൊ വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം? ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോളിഡ്സ് ആണല്ലോ. ഈ വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സിന്റെ റേഷ്യോ ആണ് വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അഗെയിൻ ഒരു കാര്യം നമുക്ക് പറയാം. വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ആരൊക്കെ വരാം? എയർ വരാം, വാട്ടർ വരാം. അതായത് വോളിയം ഓഫ് എയർ പ്ലസ് വോളിയം ഓഫ് വാട്ടർ ആണ് വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരാം? നമുക്ക് V/4 പ്ലസ് V/2 വരാം. ദിസ് ഇസ് ഈക്വൽ ടു എത്ര വരും നമുക്ക് ആൻസർ? യു ക്യാൻ ഗെറ്റ് ദ ആൻസർ ആസ് 3V/4 അല്ലെ. 4 LCM ആയിട്ട് എടുത്ത 3V/4. ഓക്കെ, ഇപ്പൊ നമുക്ക് വോളിയം ഓഫ് വോയിഡ്സ് കിട്ടും. ഇനി എന്താണ്? വോളിയം ഓഫ് സോളിഡ്സ് വേണം. വോളിയം ഓഫ് സോളിഡ്സ് ഇസ് ഈക്വൽ ടു എന്തറിയാം? ടോട്ടൽ വോളിയത്തിൽ നിന്ന് വോളിയം ഓഫ് വോയിഡ്സ് വേണം. അതായത് ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സോളിഡ്സും വോളിയം ഓഫ് വോയിഡ്സും കൂടെ ചേരുന്നതാണ്. സോ നമുക്ക് വോളിയം ഓഫ് സോളിഡ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ടോട്ടൽ വോളിയത്തിൽ നിന്ന് വോളിയം ഓഫ് വോയിഡ്സ് കുറയ്ക്കുക. അതായത് V - 3V/4. That is 4 - V/4. Okay. Then you can find the void ratio. E is equal to volume of voids. Volume of voids എത്ര നമുക്ക് കിട്ടിയ? 3V/4 divided by volume of solids is V/4. So you will get the answer as എത്ര വരും? ഓപ്ഷൻ സി 3 എന്ന് വരും. V/4 ക്യാൻസൽ ചെയ്ത് വിയുടെ വാല്യൂ 3 എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണല്ലോ. ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് യു ക്യാൻ ആസ്ക് ടു ഫൈൻഡ് ഔട്ട് ദ പോറോസിറ്റി. പോറോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് വോയിഡ്സ് ടോട്ടൽ വോളിയം ആണ് അല്ലെ. അപ്പൊ നമുക്ക് വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? വോളിയം ഓഫ് വോയിഡ്സ് 3V/4 ഡിവൈഡഡ് ബൈ V. ദാറ്റ് ഇസ് 3/4 എന്ന് വരാം. പോറോസിറ്റി ആണ് ചോദിച്ചെങ്കിൽ 3/4 ആൻഡ് വോയിഡ് റേഷ്യോ ആണെങ്കിൽ എത്രയാണ്? 3 ആണ് വരും. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. സോ ദിസ് ഇസ് ഹൗ ടു കാൽക്കുലേറ്റ്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ആ ഫേസ് ഡയഗ്രാംസ് അറിയാമെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാം. പിന്നെ ആ ഒരു ബേസിക് പ്രോപ്പർട്ടീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ച് ഇഷ്ടംപോലെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, അതെല്ലാം പഠിച്ചോളൂ. അടുത്തത് RCC എന്നൊരു ചോദ്യമാണ്. ദ ആവറേജ് പെർമിസിബിൾ സ്ട്രെസ് ഇൻ ബോണ്ട് ഫോർ പ്ലെയിൻ ബാസ് ഇൻ ടെൻഷൻ ഇസ് increased by 10% for bars in compression, increased by 20% for bars in compression, decreased by 10% for bars in compression, decreased by 25% for bars in compression. അതായത് നമുക്ക് പ്ലെയിൻ ബാസ് ഇൻ ടെൻഷന്റെ ആവറേജ് ബോണ്ട് സ്ട്രെസ് അതായത് ടൗ BD ആണ് കോഡിനകത്ത് തന്നിരിക്കുന്നത്. ഓക്കെ, അത് പ്ലെയിൻ ബാസ് ഇൻ ടെൻഷൻ ആണെങ്കിൽ, അപ്പൊ നമുക്ക് ബാസ് ഇൻ കംപ്രഷൻ ആണെങ്കിൽ ഇതിനെന്താ സംഭവം? അപ്പൊ എപ്പോഴും ഇൻക്രീസ്ഡ് ആണെന്ന് മനസ്സിലാക്കും. അതായത് ബാസ് ഇൻ ടെൻഷൻ ആണെങ്കിലും പ്ലെയിൻ ബാസ് മാറി ഇവൻ ഇഫ് ഇറ്റ് ഇസ് ഡീഫോംഡ് ബാസ് ആണെങ്കിലും ഇൻക്രീസ് ചെയ്യത്തുള്ളൂ ബോണ്ട് സ്ട്രെസ്. ഓക്കെ, അപ്പൊ ടെൻഷൻ ആണെങ്കിൽ ഇറ്റ് ഇസ്, കംപ്രഷൻ ആണെങ്കിൽ ഇറ്റ് ഇസ് ഇൻക്രീസ് ബൈ 25% ആണ്. ഓക്കെ, ഇനി ഈ പറഞ്ഞ പോലെ പ്ലെയിൻ ബാസിന് പകരം നമ്മുടെ ക്വസ്റ്റ്യൻ ഇഫ് ഇറ്റ് ഇസ്
ഡീഫോംഡ് ബാസ് ആണെങ്കിൽ ഈ ടൗ ബി ഡി എന്ത് ചെയ്യും? ടൗ ബി ഡി ഈസ് ഇൻക്രീസ്ഡ് ബൈ എത്ര ശതമാനമാണ്? 60%. അപ്പൊ ഇത് രണ്ടും ഓർത്ത് വെക്കാം. പ്ലെയിൻ ബാസ് മാറി ഡീഫോംഡ് ബാസ് ആണെങ്കിൽ ടൗ ബി ഡി ഈസ് ഇൻക്രീസ്ഡ് ബൈ 60%. അതുപോലെ തന്നെ പ്ലെയിൻ ബാസ് ഇൻ ടെൻഷൻ മാറി ബാസ് ഇൻ കംപ്രഷൻ ആണെങ്കിൽ ഇറ്റ് ഇസ് ഇൻക്രീസ്ഡ് ബൈ 25%. ഇത് രണ്ടും ചോദിക്കാറുള്ളതാണ്. Next question, the load carrying capacity of a helically reinforced column as compared to that of a tie column is m. ഇതും എപ്പോഴും ചോദിക്കാറുള്ളതാണ്. 5% less, 10% less, 5% more and option D 10% more ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് റീഇൻഫോഴ്സ്ഡ് കോളം, അതായത് നമുക്ക് കോളം ഉണ്ടെങ്കിൽ സപ്പോസ് ദിസ് ഇസ് എ കോളം. അപ്പൊ ഇതൊരു റെക്ടാങ്കുലർ കോളം ആണെന്ന് വിചാരിക്കുക, ഇത് രണ്ടാമത്തെ കോളം എന്ന് വിചാരിക്കുക. ഇതിനകത്ത് നമുക്ക് ലോങ്ജിറ്റ്യൂഡിനൽ, അതായത് ലെങ്ത്തിന് എലോങ് ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും കോളത്തിന്റെ. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോങ്ജിറ്റ്യൂഡിനൽ ബാസ് എന്ന് പറയും. അപ്പൊ ഈ ലോങ്ജിറ്റ്യൂഡിനൽ ബാസിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈസ് വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി അതല്ലെങ്കിൽ യു ക്യാൻ പ്രൊവൈഡ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ്. ഇതുപോലെ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാം. ഓക്കെ, രണ്ട് രീതിയിലും നമുക്ക് ഈ ലോങ്ജിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ് ആ ഒരു പൊസിഷനിൽ നിർത്താൻ സാധിക്കും. either with the help of ties അല്ലെങ്കിൽ ഇതുപോലെ സ്പൈറൽ അല്ലെങ്കിൽ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. ഇതില് ഇയാളാണ് എഫക്റ്റീവ് ആയിട്ടുള്ളത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ആർ പ്രൊവൈഡിങ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ ലോഡ് ക്യാരി കപ്പാസിറ്റി നോർമലി ടൈഡ് കോളത്തിനേക്കാളും 5% കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്ന? ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് എ ഹെലിക്കലി റീഇൻഫോഴ്സ്ഡ് കോളം ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ടൈൽ കോളം. ഇവിടെ ഹെലിക്കലി റീഇൻഫോഴ്സ്മെന്റ് ചോദിച്ചത് തിരിച്ചു ചോദിക്കാം കേട്ടോ. അപ്പൊ ലെസ് ആണോ മോർ ആണോ നോക്കുക. അപ്പൊ ഇവിടെ ഹെലിക്കലി റീഇൻഫോഴ്സ്ഡ് കോളത്തിന് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ടൈൽ കോളം 5% എന്താണ്? മോർ ആണ്. ഓപ്ഷൻ സി മോർ ആണ് കറക്റ്റ് ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യൻ, സൂപ്പർ എലിവേഷൻ ഓൺ കേർവ്സ് counteract centrifugal force and the remaining impact is counteracted by. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഹൈവേ എഞ്ചിനീയറിംഗ് നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സൂപ്പർ എലിവേഷൻ ഓൺ കേർവ്സ് counteract centrifugal force. അതായത് നമുക്കറിയാം സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ടർ എഡ്ജ് കേർവ്സിൽ ഇന്നർ എഡ്ജിനേക്കാളും നമ്മൾ ജസ്റ്റ് റേസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനെയാണ് സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് ഈസ്റ്റ് സൂപ്പർ എലിവേഷൻ, ക്യാപിറ്റൽ ഇ ആണ് നമ്മൾ റേസ് ചെയ്ത് കൊടുക്കുന്ന എമൗണ്ട്, ബി ആണ് ബ്രെഡ്ത്ത് ഓഫ് ദ, ഇത്രയാണ് നമ്മൾ സൂപ്പർ എലിവേഷനിൽ ഓർത്ത് വെക്കണം. ഈ സൂപ്പർ എലിവേഷൻ എന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കേർവ്സ് വരുന്ന സമയത്ത്, അതായത് നമ്മൾ കേർവ്സിൽ വണ്ടി ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് അതിനകത്ത് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഫോഴ്സ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇത് ഈ ഒരു സർക്കുലർ മോഷൻ നടക്കുന്ന സെന്ററിന്റെ പുറത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ പുറത്തേക്ക് ആക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ആ ഒരു മോഷനിൽ പോകുന്ന മെറ്റീരിയലിനെ ഈ കർവിന് പുറത്തേക്ക് വലിച്ചിടാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചോദിക്കുന്നത്? സൂപ്പർ എലിവേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ സൂപ്പർ എലിവേഷൻ നമ്മൾ കൊടുക്കുന്നത്, അതായത് ഒരു സൈഡ് ഇങ്ങനെ റേസ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പരിധി വരെ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഇമ്പാക്ട് വെഹിക്കിൾസിന്റെ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഒരു സൂപ്പർ എലിവേഷൻ കൊടുത്തോണ്ട് മാത്രം ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ ഫുള്ളി നമുക്ക് കോൺട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന റിമൈനിങ്, അതായത് സൂപ്പർ എലിവേഷൻ ഓൺ കേർവ്സ് counteract സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കൗണ്ടറാക്ട് ചെയ്യും. ആൻഡ് റിമൈനിങ് ഇമ്പാക്ട് ഇസ് കൗണ്ടറാക്റ്റഡ് ബൈ. ബാക്കി വരുന്ന ഇമ്പാക്ട് ആരാണ് കൗണ്ടറാക്ട് ചെയ്യുന്നത്? ലാറ്ററൽ ഫ്രിക്ഷൻ, മീഡിയൽ ഫ്രിക്ഷൻ, ലാറ്ററൽ സ്ലോ, മീഡിയൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പം ബാക്കി വരുന്ന ഫോഴ്സ്, ബാക്കി വരുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? ലാറ്ററൽ ഫ്രിക്ഷൻ ആണ്. ലാറ്ററൽ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു കേർവ് ആണെങ്കിൽ ഈ ലോങ്ജിറ്റ്യൂഡിൽ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ ആണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലാറ്ററൽ ഡയറക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന ലാറ്ററൽ ഫ്രിക്ഷൻ ആണ് എന്ത് റെസിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ആൻഡ് ലാറ്ററൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ 0.15 ആണ് വാല്യൂ കൊടുക്കാൻ. ഓക്കെ, അതും കൂടി ഓർക്കുക. ഓക്കെ, പിന്നെ സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൂടെ പറയാം. VE is equal to V square by 127 R ആണ്. ഇനി ഡിസൈൻ സൂപ്പർ എലിവേഷൻ അല്ലെങ്കിൽ മിക്സഡ് ട്രാഫിക് കണ്ടീഷൻ എന്ന് പറയുവാണെങ്കിൽ E is equal to V square by 225 R. ഈ 225 R വന്നത് 75% സ്പീഡ് ഡെവലപ്പ് ചെയ്യും. അതായത് വിക്ക് പകരം 0.75 V the whole square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് V square by 225 R എന്നുള്ള ഇക്വേഷൻ കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ടേം ഓൾട്ടർനേറ്റ് ഡെപ്ത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. ഇസ് യൂസ്ഡ് ഇൻ ഓപ്പൺ ചാനൽ ടു ഡിനോട്ട് ദ പെയർഡ് ഫ്ലോ ഡെപ്ത്. അതായത് നമ്മൾ ഒരു ടേം ഉപയോഗിക്കും ഓൾട്ടർനേറ്റ് ഡെപ്ത് എന്ന് പറയും. അത് നമ്മൾ ഓപ്പൺ ചാനൽ ഫ്ലോയിൽ കുറച്ച് രണ്ട് പെയർ ആയിട്ടുള്ള ഫ്ലോ ഡെപ്തിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ഹാവിങ് സെയിം കൈനറ്റിക് എനർജി ഫോർ എ ഗിവൺ ഡിസ്ചാർജ്. അതായത് ഒരേ കൈനറ്റിക് എനർജി, ഒരു ഗിവൺ ഡിസ്ചാർജിൽ ഒരേ കൈനറ്റിക് എനർജി ഉള്ള ഡെപ്തുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഓൾട്ടർനേറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി, ഹാവിങ് സെയിം സ്പെസിഫിക് ഫോഴ്സ് ഫോർ എ ഗിവൺ ഡിസ്ചാർജ്. അതായത് സെയിം സ്പെസിഫിക് ഫോഴ്സ് ഉള്ള ഒരു ഗിവൺ ഡിസ്ചാർജ്, സെയിം സ്പെസിഫിക് ഫോഴ്സ് ഉള്ള പർട്ടിക്കുലർ ഡെപ്തിനെയാണ് ഓൾട്ടർനേറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി, ഹാവിങ് സെയിം ഫ്രൂട്ട്സ് നമ്പർ. ഒരേ ഫ്രൂട്ട്സ് നമ്പർ ഉള്ള ഡെപ്തിനെയാണോ പറയുന്നത്. ഓപ്ഷൻ ഡി, ഹാവിങ് ദ സെയിം സ്പെസിഫിക് എനർജി ഫോർ എ ഗിവൺ ഡിസ്ചാർജ്. ഒരു ഗിവൺ ഡിസ്ചാർജിന് സെയിം സ്പെസിഫിക് എനർജി ഉള്ള ഡെപ്തുകളെയാണോ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഓൾട്ടർനേറ്റ് ഡെപ്ത് ഉണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടേം ആണ് സീക്വന്റ് ഡെപ്ത്. ഓക്കെ, അപ്പൊ സീക്വന്റ് ഡെപ്ത് ആയിരുന്നു നമ്മുടെ ചോദ്യമെങ്കിൽ ആൻസർ ഓപ്ഷൻ ബി വന്നേനെ. സെയിം സ്പെസിഫിക് ഫോഴ്സ്, ഒരു ഗിവൺ ഡിസ്ചാർജിന് സെയിം സ്പെസിഫിക് ഫോഴ്സ് തരുന്ന ഡെപ്തുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീക്വന്റ് ഡെപ്ത് എന്നും. പക്ഷെ ഇവിടെ നമുക്ക് ഓൾട്ടർനേറ്റ് ഡെപ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു ഗിവൺ ഡിസ്ചാർജിന് സെയിം സ്പെസിഫിക് എനർജി തരുന്ന ഡെപ്തുകളെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹാവ് ദ സെയിം സ്പെസിഫിക് എനർജി ഫോർ എ ഗിവൺ ഡിസ്ചാർജ്. സെയിം സ്പെസിഫിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇത് സി. തിരിഞ്ഞു പോകരുത് കേട്ടോ. ഓക്കെ, question, determine the equivalent hydraulic conductivity of a soil layer having the average vertical and horizontal hydraulic conductivities as 1 into 10 raised to minus 5 centimeter per second and 20 into 10 raised to minus 5 centimeter per second respectively. അപ്പൊ നമുക്ക് ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി ഇക്വലന്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും കെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇക്വലന്റ് ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി അഥവാ കെ ഇക്വലന്റ് ഇസ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ റൂട്ട് ഓഫ് കെ എച്ച് ഇൻറ്റു കെ വി ആണ്. ഓക്കെ, ഹൊറിസോണ്ടലിന്റെ വെർട്ടിക്കലിന്റെ പ്രോഡക്റ്റ് എടുക്കുക അല്ലെങ്കിൽ ജോമെട്രിക്കൽ മീൻ എടുക്കുക എന്ന് പറയാം. റൂട്ട് ഓഫ് കെ എച്ചിന്റെ വാല്യൂ എത്രയാണ്? 1 into 10 raised to minus 5 into കെ വിയുടെ വാല്യൂ 20 into 10 raised to minus 4. സോ ആൻസർ വരിക നമുക്ക് 3.5 ഉണ്ട്, 4.5 ഉണ്ട്, 1.5 ഉണ്ട്, അതുപോലെ തന്നെ 3.5. ഓപ്ഷൻ സി ആണ് വരിക. സോറി, ഓപ്ഷൻ ബി 4.5 into 10 raised to minus 5 centimeter per second ആണ് വരിക. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഈ ഒരു ചോദ്യത്തിന് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയാം. ക്യൂ ഡിസ്ചാർജ് ചോദിക്കാറുണ്ട്. കെ ഇൻറ്റു എച്ച് ഇൻറ്റു എൻ എഫ് ബൈ എൻ ഡി എന്ന് പറയുന്ന ഫോർമുല വെച്ചിട്ട് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. കെ നമ്മുടെ ഈ പറഞ്ഞ ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി തന്നെയാണ്. എച്ച് ഹെഡ് ആണ്. എൻ എഫ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫ്ലോ ചാനൽസ് ആൻഡ് എൻ ഡി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ ഡ്രോപ്സ്. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർമ്മ. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് RRB ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.